നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മിത്രയ്ക്ക് ആന്റെ മുന്നിൽ കുറ്റം തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. താൻ ജയിലിൽ പോയി അലോകിനെ കണ്ടെന്നുള്ള കാര്യം. കാരണം മിത്രയ്ക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആരും കേട്ടിട്ടുണ്ടായിരുന്നു മീനാക്ഷിയോട് ഈ കാര്യം പറയുന്നതൊക്കെ. അപ്പൊ ഇത്ര സമയം മിത്ര തന്നോട് പറയുന്നു കരുതി ഇരുന്നാണ്. പക്ഷെ എങ്കിലും മിത്ര പറയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറയുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ആര്യന് അലോകിനെ കുറിച്ചൊക്കെ പറയണേ. പക്ഷെ അലോകിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അവൻ ജയിലിൽ പോയി കിടന്ന് സൂയിക്കുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പെട്ടെന്ന് പറഞ്ഞു, അവൻ അങ്ങനെയൊന്നും അല്ല ആര്യ, അവനെ ഒന്ന് കാണണ്ട, അവന്റെ ഒരു കോലം അതെങ്ങനെ നിനക്കറിയാന്നായി. നീ അവനെ കണ്ടോന്നൊരു ചോദ്യം. അപ്പോഴേക്കും മിത്രയിൽ ഒരു പതർച്ച ഉണ്ടായി. സത്യം പറ മിത്രേ, നീ എങ്ങനെയാ അവനെ കുറിച്ച് അറിഞ്ഞേ? നീ അവനെ കണ്ടോന്ന് ചോദിച്ചു. അല്ല ആര്യ, അത് പിന്നീട് മിത്ര പറഞ്ഞു, ആര്യ എന്നോട് വഴക്കൊന്നും പറയരുത്, ഞാൻ ആരിനോട് പറയാതൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരിന്റെ കാര്യം എന്താണെന്നറിയാം, എന്തായാലും മിത്ര പറയണല്ലോ. മിത്ര പറഞ്ഞു, ഞാൻ അവനെ കാണാൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കില് എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, നീ എന്തിനാ അവനെ കാണാൻ ജയിലിൽ പോയത്? അത് ആരിനോട് പറയാതെ പോയി തെറ്റായിപ്പോയി. പക്ഷെ ഒന്നുമല്ലേലും എൻ്റെ സഹോദരനല്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ എനിക്കെന്തോ ആ സമയത്ത് അവനെ കാണാൻ പോകാൻ തോന്നി. അവൻ പഴയതുപോലെ ഒന്നും അല്ല, ആകെപ്പാടെ തകർന്നു പോയിട്ടുണ്ട്. എന്നോട് കുറെ സോറിയൊക്കെ പറഞ്ഞു. അവന് പഴയ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങി പോകത്തില്ലെന്നാ അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നേ. അവന് പുതിയൊരു അലോകമായിട്ട് തിരികെ വരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ആര്യ. അത് കേട്ടപ്പത്തേനും ആര്യം പറഞ്ഞു, ഓഹോ, അപ്പം നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? അപ്പം എന്റെ പെങ്ങളോട് ചെയ്തേനൊന്നും നിനക്കൊരു കുഴപ്പമില്ലല്ലേ? ഇപ്പോഴാ നീ ശരിക്കും ആ കൃഷ്ണമംഗലത്തെ ആളാന്ന് തന്നെ തെളിയിച്ചിരിക്കോ മിത്രേ. അവനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും നീ നേരെ അങ്ങോട്ട് തിരിഞ്ഞില്ലേന്ന് ചോദിച്ചു. അയ്യോ ആര്യ, അങ്ങനൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. വേണ്ടി കൂടുതലൊന്നും പറയണ്ട. അപ്പൊ എന്റെ പെങ്ങൾക്ക് സംഭവിച്ച ദുരന്തം അവളുടെ ജീവൻ നശിച്ചു പോത് പൊയ്ക്കോട്ടേന്ന്. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ആര്യ. അലോക് ചെയ്ത് തെറ്റാണ്, എങ്കിലും അവൻ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ട് തോന്നി. മനുഷ്യനല്ലേ, ഒരു പക്ഷെ എപ്പോഴും അവന് നന്നാവാൻ പാടില്ലാത്ത. എനിക്ക് തോന്നുന്നുണ്ട് അവൻ നന്നായി നല്ല ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന്. പിന്നെ അവനെ നന്നാക്കാൻ നടക്കുക നീയില്ലേ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. അവൻ ചെയ്ത ക്രൂരതകളൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്നില്ല. ദേവിയടുത്തിടെ വയറ്റി വിടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയവൻ അവന്. അങ്ങനെയുള്ള ഒരുത്തനോട് ഞാൻ ക്ഷമിക്കണമില്ലേ? പിന്നെ എന്റെ പെങ്ങളുടെ ജീവൻ നശിപ്പിച്ച് നിനക്ക് എങ്ങനെ തോന്നുന്നു മിത്ര? എന്നാലും നീ ഇത്രയ്ക്കൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛനും അമ്മയ്ക്കൊക്കെ എത്ര വിഷമാവെന്നറിയാവോ? ആരോടും ഒരു വാക്ക് പോലും പറയാതെ തന്നെ ഇഷ്ടപ്രകാരം നീ അങ്ങോട്ട് പോയിരിക്കുന്നു. അതും പറഞ്ഞിട്ട് ആരനൊന്നും മിണ്ടാതെ പ്രാക്ടീസിന് പോലും നിൽക്കാൻ നേരെ വീട്ടിലേക്ക് പോരുമ്പോഴത്തേനും മിത്ര പിന്നാലെ ആര്യാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു. ആരും മൈൻഡ് പോലും ചെയ്തില്ല. ആരിന് അത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ആരും നേരെ മുറിയിലേക്ക് പോയി. മിത്രയോടൊന്നും സംസാരിച്ചില്ല. മിത്രയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ദൈവമേ, താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആരിനോട് പറയാതെ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. ഇതൊരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. ആരിന് വിഷമമായി കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ നടത്തുക കഴിഞ്ഞ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ ബാലേട്ടാന്ന് ചോദിച്ചു. എല്ലാവരും എന്തിയെ? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. ആരിനെ പോയി ഗോമതി വിളിക്കുന്ന സമയത്ത് ആരിനവിടെ മുറി വെറുതെ ഇരിക്കുന്നുണ്ട്. നീ എന്താടാ കഴിക്കാൻ വരുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ ആരിനും വന്നിരുന്നു. ഈ സമയത്ത് മിത്ര മീനാക്ഷിയൊക്കെ അവർക്ക് വിളമ്പി കൊടുക്കണം. അപ്പോൾ മിത്ര എന്ത് ചെയ്തു, ആരിൻ്റെ ദോശയ്ക്ക് സാമ്പാർ വിളമ്പാനായിട്ട് പാത്രം എടുത്ത് സാമ്പാർ വിളമ്പാൻ തുടങ്ങുമ്പോഴത്തേനും ആരും പെട്ടെന്ന് ആ പാത്രം കൂടി വലിച്ചു. കറി മൊത്തം താഴേക്ക് വീണു. ആ കോരി ഒഴിച്ച സമയത്താണ് പാത്രം വലിച്ചത്. പെട്ടെന്ന് മിത്ര സോറി പറഞ്ഞു കഴിയുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, നീ എന്തിനാ മോളെ സോറി പറയണേ? അതിന് ഉത്തരവാദി അവനല്ലേ? അവൻ പ്ലേറ്റ് വലിച്ചോണ്ടല്ലേ കറി താഴെ വീണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി, നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? നീ എന്തിനാ അവള് കറി വിളമ്പണ സമയത്ത് പ്ലേറ്റ് വലിച്ച് എന്തിനാന്ന് ചോദിച്ചു. ആരിനോട് ദേഷ്യപ്പെട്ടു. ആര്യം പെട്ടെന്ന് ഒന്നും മിണ്ടാതെ പ്ലേറ്റോടെ വെച്ചിട്ട് കഴിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, ഇവനിത് എന്തു പറ്റിയത്? അവന്റെ മുഖം വല്ലാതിരിക്കാണല്ലോ. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന, ആഹാരം കഴിക്കാനിരുന്നപ്പോൾ മുതൽ വല്ലാതിരിക്കുന്നേ. അപ്പോഴേക്കും മീനാക്ഷി മിത്രയൊന്ന് നോക്കി. മിത്രയ്ക്കാണ് സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പറയാനും പറ്റത്തില്ലോ. അങ്ങനെ ഒടുവിൽ മിത്ര ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് പോയി. ഈ സമയത്ത് മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി. ആരും ചിലപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആരിന്റെ മനസ്സിൽ. ആരിനും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്നതിന് മുമ്പ് മിത്രയ്ക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പോവായിരുന്നു. അതും ഇത്രയും കേസും കാര്യങ്ങളൊക്കെ നടക്കണ സമയമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. ആ സമയം അച്യുതനും
രാജശ്രീയൊക്കെ നല്ല ടെൻഷനിൽ തന്നെ അലോകിന്റെ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പോൾ 15-ാം തീയതി അന്നത്തെ ദിവസം അവനെ പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ ആവും. അവന് ശിക്ഷയും കൂടെ കിട്ടിയാൽ പിന്നെ അവൻ ജയിലിലേക്ക് പോകേണ്ടി വരും. എത്ര വർഷം അകത്ത് കിടന്നാലാ. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കുമാണ് നന്ദിതയും അനന്തനും കൂടെ അങ്ങോട്ടേക്ക് വന്നേ. അപ്പം ഇന്ദിരാമ രാജശ്രീയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. നീ വിഷമിക്കാതിരിക്കുക, അവൻ എന്താണെങ്കിലും പുറത്തിറങ്ങും, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അനന്തം വന്നിട്ട് പറഞ്ഞു, എടാ നീ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് അവനെ പുറത്തിറക്കാന്ന് പറഞ്ഞു. ഏട്ടാ ഇറക്കാന്ന് പറയുന്നതല്ലാതെ നടക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ആ രവിവർമ്മ വക്കീൽ 15-ാം തീയതി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം. അയാൾ ഇതുവരെ ഒരു കേസ് പോലും തോറ്റിട്ടില്ലെന്നാ പറയണേ. പക്ഷെ ഇവിടെ ഇപ്പം അനുസരയുടെ മൊഴി നല്ല ശക്തമാണ്. അതുകൊണ്ട് അലോകിനെതിരെ കോടതി എന്ത് തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. എടാ ഞാനും നന്ദിതയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു, മിത്ര ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട്. പെട്ടെന്ന് രാജശ്രീയും അച്ഛനും കൂടെ ചാടി എഴുന്നേറ്റു. അച്ഛനും ചോദിച്ചു, സത്യമാണോ ഏട്ടൻ പറയണമെന്ന് ചോദിച്ചു. അതെ, മിത്ര ഇങ്ങോട്ടേക്ക് വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, പതുക്കെ ആണെങ്കിലും ഏട്ടന് തലയിൽ ബോധം വന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ധർമ്മം പറഞ്ഞു, അനന്തേട്ടാ അത് ശരിയാന്ന് എനിക്ക് തോന്നില്ല. മിത്ര ആരിനും അത്ര നല്ല സ്നേഹത്തില. വെറുതെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവരുടെ ജീവിതം തല്ലിക്കെടുത്തുന്നേ. മിത്രയുടെ ജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ പറഞ്ഞു, നീ മിണ്ടരുത്. നിനക്ക് ചോറ് വിടാൻ കൂറവിടെ എന്ന് പറഞ്ഞാലേ നിനക്ക് കിട്ടിയതൊന്നും പോരേടാ. ആ ബാലൻ എന്തൊക്കെ പറഞ്ഞാ നിന്നെ, എന്നിട്ടോ അവൻ ഇപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അച്ഛേട്ടാ കാര്യമൊക്കെ കാര്യം തന്നെ. പക്ഷേ എങ്കിൽ അനുശ്രീ അവിടെ എങ്ങനെ ജീവിക്കല, മിത്ര അവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അവളെ ആരും പൊന്നുപോലെ നോക്കുന്നേ. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടത്താൻ വേണ്ടിയിട്ടാണ് ആരിന് ഈ കിടന്ന് കഷ്ടപ്പാടുകളൊക്കെ പെടുന്നത്. അവൾക്ക് പോലീസുകാരിയാണെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവളെ പ്രാക്ടീസിന് കൊണ്ടുപോകുന്നു, പിന്നെ ടെസ്റ്റിനും എല്ലാം കൊണ്ടുപോകുന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദം പറഞ്ഞു, എടാ ധർമ്മ, ഒരു പക്ഷെ മിത്ര ഇവിടെ വരുവാണെങ്കിൽ അലോകിനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റും, അല്ലാതെ വേറൊരു ഓപ്ഷൻ കാണുന്നില്ല, അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷെ ധർമ്മന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഈ സമയം അച്യുതന്റെ മനസ്സിൽ വേറെ രീതിയായിരുന്നു. അങ്ങനെ ഇപ്പം മിത്ര പോലീസുകാരി ആവണ്ട, ആരിനാണല്ലോ അവൾ പോലീസുകാരി ആക്കാൻ പോകുന്നേ. അങ്ങനെ അവൾ പോലീസുകാരി കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ദേവമംഗലത്തിന് ഇങ്ങോട്ടേക്ക് വരത്തില്ല. അനുശ്രീ ഇവിടെ വന്ന് താങ്കോട്ട് പണി തന്നിട്ട് തിരികെ പോയി. അപ്പൊ അതുപോലെ തന്നെ മിത്ര ഇവിടെ വരണം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ വേണം പണി കൊടുക്കാൻ എന്നൊക്കെ ഒരു വിചാരമായിരുന്നു അവരുടെ മനസ്സിൽ. ഈ സമയത്ത് മിത്ര വിഷമിച്ച് സിറ്റൗട്ട് തിരിയുമ്പത്തിനും മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താ മിത്രേ, ആരും കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് സത്യം പറയേണ്ടി വന്നെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആരിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലെന്ന്. എനിക്കറിയില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന്. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ആരിനാണെങ്കിലും എന്നോട് സംസാരിക്കുന്ന പോലും ഇല്ല. ആരിന് അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു. മീനാക്ഷി പറഞ്ഞു, എങ്ങനെ സഹിക്കും, കാരണം നിനക്ക് വേണ്ടിയിട്ട് എത്രമാത്രം അവൻ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. ശരിക്കും പറഞ്ഞാൽ നീ മരിക്കാൻ പോയ സമയത്ത് നിന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന അവനാണ്. നിനക്ക് പോലീസാണ് ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിലെ എല്ലാവരെയും വെറുപ്പിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവനവന്. നീ അതൊക്കെ മറന്നിട്ട് ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് അലോകിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നീ ജയിലിലേക്ക് പോയത്. അവനെ കാണാനായിട്ട്. അതെന്താണല്ലോ ശരിയാന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ആരിനോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ മിത്രേ. എല്ലാം നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. നിന്റെ സഹോദരനൊക്കെ തന്നെയാ. അവൻ ചെയ്ത കൊടും ക്രൂരതകൾ നമുക്ക് പൊറുക്കാൻ പറ്റുമോ? ശ്രീദേവി അടുത്തിയുടെ കുഞ്ഞ്, അതുപോലെ തന്നെ ആനന്ദേട്ടൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അവര് തമ്മിൽ ഇപ്പോൾ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ആ കുഞ്ഞു പോയതിന് ശേഷം എല്ലാത്തിനും കാരണം ആരാ? അവൻ ഒറ്റ ഒരുത്തനല്ലേ. അവന് ഈ മാനസാന്തരം നേരത്തെ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരമായി, രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ മുറി വന്ന് കിടക്കുകയാണ്. മിത്ര മുറിയിലേക്ക് വന്നെങ്കിലും ആരും മൈൻഡ് പോലും ചെയ്തില്ല, സംസാരിക്കാൻ പോലും പോയില്ല. മിത്ര 1-2 വട്ടം ആരിനോട് സംസാരിക്കാൻ ചെന്നെങ്കിലും ആരും മൈൻഡ് ചെയ്യാതിരിക്കുക. മിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം എന്ത് വന്നാലും തൻ്റെ കൂടെ നിൽക്കുന്ന ആളാ. പക്ഷെ ഇപ്പോൾ ആ അവഗണന അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി എന്തായി തീരും എങ്ങനെയായി തീരും നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോൾ ദേവമംഗലത്ത് വന്ന് മിത്രയെ വിളിച്ചാലും മിത്ര പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ആരിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പം അത്ര സ്നേഹിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.